പഠിക്കുന്ന സമയത്തോ വർക്ക് ചെയ്യുന്ന സമയത്തോ എല്ലാവർക്കുള്ള പ്രശ്നമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ കുറേ ടൈം പഠിക്കുന്നുണ്ട്, ബട്ട് നമ്മൾ മനസ്സിലാവുന്നില്ല, ഇരിക്കുന്നില്ല. കോൺസെൻട്രേഷൻ്റെ കുറവാണത്. നമുക്ക് ഇങ്ങനെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. നമ്മൾ നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഡയറക്റ്റ് പഠിക്കാനിരിക്കാതെ ബോഡിയൊക്കെ ഒന്ന് കുറച്ച് മെഡിറ്റേറ്റൊക്കെ ചെയ്ത് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് കുറച്ച് നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പഠിക്കാനിരിക്കുക. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ മൊബൈൽ ഫോണ് സൈലൻ്റ് ആക്കി വെക്കുകയോ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുകയോ മറ്റും ചെയ്യാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ലപോലെ ഫുഡ് അധികം കഴിച്ച് ഇരുന്ന് പഠിക്കാനിരിക്കുക. നമുക്കൊണ്ട് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ കറക്റ്റ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, പഠിത്തത്തിൽ ഇഷ്ടപ്പെടുക. പിന്നെ നിങ്ങളെക്കാളും വലുത് പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ സിലബസ് അതിനിടയിൽ കുറച്ചും കൂടി സിമ്പിളാണെന്ന് വിചാരിക്കുക. വലിയ ടാസ്കുകൾ ചെറിയ പാർട്ടുകളാക്കിയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ വർക്കിൻ്റെ കാര്യങ്ങളായാലും ചെറിയ പാർട്ടുകളാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യാതിരിക്കുക. സ്മാർട്ട് വർക്കാണ് ബെറ്റർ ഹാർഡ് വർക്കിനേക്കാളും. വീഡിയോസിന് അത്യാവശ്യം വ്യൂവേഴ്സ് കിട്ടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സും ലൈക്സൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.